വന്നാലും കസ്റ്റമർ എൻക്വയറി വന്നാലും ഡീലറിൻ്റെ ഒരു സേ ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് ഭയങ്കര കൂടുതലാണ്. റിലേഷൻ ബേസ്ഡ് ആണ് ബിസിനസ് കൂടുതൽ നടക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, പുറത്തുള്ള പോലെ അതൊന്നുമല്ല. ഒന്നില്ലെങ്കിൽ ആ സെയിൽസ്മാൻ അല്ലെങ്കിൽ അവിടുത്തെ ഓണറിനൊരു അടുത്തൊരു മിക്കവാറും ആരെങ്കിലും കെയർ ഓഫ് അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റാണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് അതിനാണ് ചായ്വ് വരും. അപ്പോൾ ഡീലർ എപ്പോഴും ഭയങ്കര ടേക്ക് കെയർ ചെയ്യണത് കൂടുതലാണ് കസ്റ്റമർ. അങ്ങനെ കമ്പനിക്കാർ ടേക്ക് കെയർ ചെയ്താലേ നമ്മൾ സാധനം എടുക്കുകയുള്ളൂ. അപ്പോൾ ആ പേഴ്സണൽ റിലേഷൻ ഭയങ്കര. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാളെയൊക്കെ ഗമ അവർക്കാണ്. അപ്പം ഞാനും ഫാറിൽ പറയും, നമുക്കൊരു ഡീലർഷിപ്പിലോട്ട് മാറണം, എന്നാലേ ഉള്ളൊരു വിലയുള്ളൂ, ഒരു ബ്രാൻഡ് ആവുകയുള്ളൂ എന്നുള്ളതല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 2003 ഫസ്റ്റ് സ്റ്റോർ GCD സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഒരു ബിൽഡിങ് ഓപ്ഷന് എനിക്ക് കിട്ടുന്നത്. GCDയുടെ ആണ്. ഒക്കെ ഇതെല്ലാം ഒരു നിമിത്തം പോലെ എന്ന് പറയാം. ഇതൊന്നും ഇതെല്ലാം നമുക്ക് എന്താ പറയുക, ബിസിനസ്സിലോട്ട് ഇറങ്ങണം, അല്ലെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് നമുക്കൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കണം, ആ ഒരു അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വലിയൊരു പ്രൊഫഷണൽ, ഞാൻ MBA പഠിച്ചു അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വേലോ അങ്ങനെയൊന്നും അന്നത്തെ കാലത്തിൽ. അന്ന് ആ സമയം നമ്മളെ ഭയങ്കരമായിട്ട്, കാരണം ഇന്ത്യയും ഗ്രോ ചെയ്യുന്നു, യൂത്ത് നന്നായിട്ട് ഇതാകുന്നു, ഈ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളോടുള്ള ആൾക്കാരുടെ ആഗ്രഹങ്ങൾ കൂടുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഇത് വരുന്നത്. അങ്ങനെ 2003 ഈ ഫസ്റ്റ് അവിടെ മുറികൾ വാടകയ്ക്ക് കിട്ടുന്നു, വളരെ ചീപ്പായിട്ടുള്ളത്. അപ്പോൾ ഓർത്തോണം, കലൂരാണത്. അന്ന് എറണാകുളത്തെ ഏറ്റവും ബിസിനസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ MG റോഡാണ്. അപ്പോൾ ഇവിടുത്തെ ആകെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്പേഷ്യസ് ആണ്, നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ